വീട്ടിലോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തോ? കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. നേരത്തെ എന്നെ വിളിച്ചിരുന്നു അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ തിരിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും സമയമായിട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഇതൊരു വലിയ എക്യുപ്മെന്റ് അല്ലേ, അവരെ വണ്ടിയിലേക്ക് കൊണ്ടുവരുമോ അവര് ഉത്തരവാദിത്തമല്ലേ? നമ്മൾ അതുവരെ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു. എന്തിനാ? അത് കൊറിയറുകാരുടെ ഉത്തരവാദിത്തമല്ലേ? ഈ സാധനം ഇവിടെ കിടന്നിട്ട് ഇവിടെ ആൾക്കാർ ബഹളം വെച്ച് തുടങ്ങി. എടേ, ഇതിന്റെ തവണയൊക്കെ കൃത്യമായിട്ട് അടയ്ക്കണം. അതാവും വിളിച്ച് പറഞ്ഞില്ലേ നിന്നെ? ആര്? ജോബിറ്റ്. ഈ മെഷീനൊക്കെ ഇതിന്റെ മുതലാളി അവനാണ്. ഇതിന്റെ എല്ലാം ഇന്ത്യ മുഴുവനും ഇത് ചെയ്യണം. അവന്റെ കൂട്ടുകാരൻ. പണ്ട് ഉടായ്പൊക്കെയായിട്ട് നടന്ന ആളാ. ഇപ്പം ഭയങ്കര സൗകര്യത്തിലായി. ഇതിന്റെ ബിസിനസ്, വേറെ എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. ചില്ലറക്കാരനല്ല. ഇപ്പം ബുക്ക് ചെയ്തിരിക്കുന്ന കാറേ ജാഗുറാണ്. ഒരു കോടി 1.5 കോടി രൂപയുടെ മുതലാ. ഇവന്റ് നമ്മുടെ കൂട്ടുകാരനാണെന്നുള്ളതുകൊണ്ടാണ് 10,000 രൂപ നമ്മളെ ആദ്യം അടച്ചാൽ മതി എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ 25 രൂപ ചടപ്പിച്ചേ വേറെ ജില്ല അവിടെ ഇവിടെയൊക്കെ കൊടുത്തത്. നമുക്ക് മാസം എത്ര രൂപ ചാട് വരുന്നത്? നമുക്കൊരു 3000 രൂപ ചാടും. അത് കുഴപ്പമില്ലാന്നല്ല. അത് ക്ലീറ്റ് ഒന്ന് ഉത്തരവാദിത്തോടുകൂടി ചെയ്തേക്കണം. അതെന്റെ തലയിൽ വരരുത്. ഞാൻ ചെയ്തോളാം. വേസ്റ്റ് കൃത്യമായിട്ട് ഇവിടെ കിട്ടണം. എന്റെ കെയർ ഓഫിലുള്ള ചേച്ചിമാരുടെ ഒക്കെ വേസ്റ്റ് ഞാൻ മേടിച്ചിട്ട് വരും. അത് മതി. അല്ല, കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ബാങ്കിന്റെ ഒരു പിഴയുണ്ട്. 300-350. ഈ ചുമ്മാ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കല് ഉള്ള കാര്യം ഇതൊക്കെ നടന്നോളൂ. അതെ, ഇത് മെഷീനൊന്നും ഇങ്ങോട്ട് വരട്ടെ. ഇത് എന്താ ഇവിടെ? ഇത് ഒന്നുകൂടെ വിളിക്കാൻ സാറേ. ഞങ്ങൾക്ക് വഴി തെറ്റി പോയോ? അത് സ്കൂട്ടറല്ലേ? അത് അങ്ങോട്ട് താഴോട്ട് പോകണം. അങ്ങനെ ഇരിക്കും. എന്താ കൊറിയറുണ്ട്. കൊറിയറാ? വണ്ടി എവിടെ? ഏത് വണ്ടി? അല്ലെ മറ്റേ ഇതില്ല, ലോറിയോ എന്തോ വരൂലേ? ലോറിയും കാറൊന്നുമില്ല സാറേ. ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഈ ക്ലീറ്റസ് എന്ന് പറയുന്ന ആള് അല്ലേ? ഞാൻ തന്നെ. ഓക്കെ, അതിപ്പോൾ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഒരു സൈനും കൂടെ ആവശ്യമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. അല്ല അളിയ, ചിലപ്പോ ഇതേ ഈ മെഷീന്റെ വല്ല കാറ്റലോഗോ അതിന്റെ CD വല്ലോ ഒക്കെ ആയിരിക്കും. മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ ആദ്യമേ അയച്ചതായിരിക്കും. വേറൊരു കാര്യമുണ്ട്. ഈ നമുക്ക് മെഷീൻ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ഇല്ല, ഇത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ ഇത് വെച്ച് പഠിച്ചിട്ട് മെഷീൻ 2 ദിവസം വൈകി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും തലവേദനയാവും. അല്ല ക്ലീറ്റ്, ഇപ്പൊ മെഷീൻ കൊണ്ടുവന്ന് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നുള്ളതായിരിക്കും. നമുക്ക് വന്നതല്ലേ. മെല്ലെ എടുക്ക്. നിന്റെ കൂട്ടുകാരന്റെ ഇടപാടൊക്കെ പെട്ടെന്ന് ചെയ്തെന്തോ അങ്ങോട്ട്. എന്താ ഞാൻ ചെയ്യുമല്ലേ? ഞാൻ പോളി പാട്ടാണ് പോകും. എന്തിനാ മണ്ണെണ്ണ തീപ്പെട്ടി? മനസ്സിലായില്ല. ഇല്ല, എന്താണ് സാറേ ഇത്? ഒന്നുമില്ല, വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പുതിയ എക്യുപ്മെന്റ്. മിഷ്യൻ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടി അങ്ങ് വാരിയിട്ട് കത്തിക്കാൻ, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ഈ സാധനം പറഞ്ഞല്ലോ, ആ ജീൻസും ഷർട്ടും ഇട്ട് ആ വേസ്റ്റിനെ നിങ്ങൾ ആദ്യം കൊണ്ട് കളയാൻ കേട്ടില്ലല്ലോ. ഇനിയിപ്പോ എന്തിനാ നോക്കി നിൽക്കണേ? മണ്ണെണ്ണയും കിട്ടിയിട്ട് തീപ്പെട്ടി ഉണ്ട്, ഒഴിച്ചിട്ട് കത്തിക്ക്. എന്നിട്ട് ചാരം ഉണ്ടാക്കിയിട്ട് കോടികൾക്ക് വിറ്റുണ്ട് കൊച്ചിനെ കെട്ടിച്ചു വിടും. കുറെ വേസ്റ്റുകളുടെ വാക്കും കേട്ടിട്ട് ചരിത്രത്തിന്റെ ഭാഗമാകാൻ നടക്കണം. എന്റെ ക്ലീറ്റോ കൊച്ചിന്റെ മാല പണയം വെച്ചിട്ട് ഈ തോന്നിയാസം കാണിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. ഒന്നും ചെയ്യണ്ട. നിങ്ങളെ പറ്റി പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെക്കും. എത്ര കിട്ടിയാലും പഠിക്കൂലാത്ത ജന്തുക്കൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം എതിരെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. അപ്പൊ എല്ലാം ശരിയാവും.